ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആരോഹി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അന്ന് വിഷു വ്ളോഗായിട്ട് ഞാൻ ജിത്തുവേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായിട്ടൊക്കെ ഡൗട്ടുണ്ട്, ജിത്തുവേട്ടൻ എവിടെ, പിന്നെ അങ്ങനെ ജിത്തുവേട്ടനല്ല, ഹസ്ബൻഡ് എവിടെ, ഹസ്ബൻഡ് ആയിട്ട് പിരിഞ്ഞതാണോ, എന്താ വീട്ടിൽ വന്നിരിക്കുന്നത്, ഒരുപാട് ഡൗട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ കൂടെ ക്ലിയർ ചെയ്യാം. അപ്പോൾ ജിത്തുവേട്ടൻ രാവിലെ കൊണ്ടുവന്നേക്കാണ്ട്. ജിത്തുവേട്ടൻ 2 ദിവസത്തെ ലീവിന് വന്നതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഒരു സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറാണ്, കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജിത്തുവേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി രാവിലെ വന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. എന്താ വെച്ചാൽ നമ്മൾ കാശിക്കൂട്ടൻ്റെ ചോറൂണാണ്. അപ്പോൾ ഇത് കണ്ടോ, ജിത്തുവേട്ടൻ്റെ തറവാട്ടമ്പലമാണത്. ഇവിടെ നിന്നാണ് ചോറ് കൊടുക്കൽ. അപ്പോൾ എല്ലാ മക്കൾക്കും അത് ആദ്യം സ്വന്തം തറവാട്ടത്തെ അമ്പലത്തിൽ തന്നെയാണ് ചോറ് കൊടുക്കല്ലേ. അപ്പോൾ കാശിക്കൂട്ടൻ്റെ ചോറൂണാണ്. ആരും വന്നില്ല കേട്ടോ, എൻ്റെ അച്ഛനും അമ്മയും ഒന്നും വന്നിട്ടില്ല. എന്താ വെച്ചാൽ ഇന്ന് വിഷു ആയതുകൊണ്ട് എല്ലാവർക്കും തിരക്കുകളാണ്. ഞാൻ ഈ എല്ലാവരും കൂട്ടിയിരിക്കുന്ന ദിവസം കാക്ക വിചാരിച്ച് ദിവസം നീണ്ട് പോയി ഇങ്ങനെ ആയതാണ്. ഇനിയും വൈകി കഴിഞ്ഞാൽ കുട്ടീൻ്റെ ചോറൂണ് ആകെ തെറ്റും. എന്താ വെച്ചാൽ കുട്ടിക്ക് ഇപ്പോൾ 6 മാസമൊക്കെ കഴിഞ്ഞില്ലേ. അപ്പോൾ ഇനിയും ചോറ് കൊടുക്കാതിരുന്നാൽ നമുക്ക് വേറെ ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ വേഗം ചെയ്താട്ടോ. അപ്പോൾ കണ്ടോ, സായിട്ടിനും ശ്രീകുട്ടനും ഒക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടികളായിരുന്നു കേട്ടോ. ഇതാണ് ജിത്തുവേട്ടൻ്റെ അമ്മ. ജിത്തുവേട്ടൻ തന്നെ പുതിയ ഷർട്ടൊക്കെ എടുത്തു. ഞാൻ പിന്നെ പുതിയൊന്നും എടുത്തില്ല കേട്ടോ. എനിക്ക് അങ്ങനെ പുതിയ ഡ്രസ്സിനോട് വലിയ ക്രേസൊന്നുമില്ല. ഈ നിൽക്കുന്നതാണ് ജിത്തുവേട്ടൻ്റെ അച്ഛൻ. പിന്നെ ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥനയും ഇതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ്. ചോറൊക്കെ കൊടുത്തിട്ട് നമ്മളെ വിഷു ആഘോഷിക്കും ജിത്തുവേട്ടൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ കുറേ ആയാലും ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇനി കുറച്ച് ഇതിലങ്ങോട്ട് കുട്ടീൻ്റെ മുഖം ബ്ലർ ചെയ്ത് വിചാരിച്ചിട്ടോ. ഒരുപാട് കാണിച്ചു കഴിഞ്ഞപ്പോൾ വാണിങ് വരും, അത് പേടിച്ചിട്ടാണ്. കാരണം ഒരു വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് എഫേർട്ട് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഞാൻ 10-18 മിനിറ്റിൻ്റെ വീഡിയോ ഒന്നും കാര്യമില്ല, അത്രയും എഡിറ്റ് ചെയ്ത് ലെവലാക്കി എടുത്ത് അത്ര തന്നെ വോയിസും കൊടുത്ത്. അപ്പോൾ ആ സമയം വേറെ ഒച്ചപ്പാട് കേൾക്കുമ്പോൾ നമുക്കത് കളയേണ്ടി വരും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ശ്രീസായിട്ടിനെ ചോറ് കൊടുക്കാനൊന്നും മടിച്ചിട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ഒക്കെ എന്തോ ഒരു മടി പോലെ. അപ്പോൾ അങ്ങനെ ആദ്യം ശ്രീ കൊടുത്തു. പിന്നെ സായിട്ടിന് തന്നെ കുറച്ച് പപ്പടം കൊടുത്താലോ, പപ്പടം ചോറൊക്കെ പാടെ കൂട്ടി കൊടുത്തിട്ടോ. ഇത് പിന്നെ നമ്മൾ അമ്പലത്തെ മറ്റ് ഈ പൂജ കാര്യമൊക്കെ നോക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ശരിക്കും എല്ലാവരും വിഷുവിന് അവനവൻ്റെ ഭർത്താക്കന്മാരുടെ അടുത്ത് വിഷുവൊക്കെ കൂടി വൈകുന്നേരം സ്വന്തം വീട്ടിലേക്ക് പോകണതല്ലേ. ഞാൻ പിന്നെ ഇപ്പോൾ രാവിലെ വന്നുകൊണ്ട് എന്തായാലും ഇന്ന് പോകണില്ല, നമുക്ക് നാളെ പോകണം. നാളെ ഞാൻ പോയിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ ഒക്കെ ഒന്ന് വിഷു ആഘോഷിക്കണം. അപ്പോൾ കണ്ട ചോറൂണൊക്കെ കഴിഞ്ഞു. ശരിക്കും വീഡിയോ എടുക്കാൻ നമ്മൾ കൂടെ ആളുണ്ടെന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഫോൺ സ്ഥലത്ത് ചാരിച്ചിരിക്കുകയാണ്. ശ്രീകുട്ടീൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇവളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ഇളക്കി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര മടുപ്പളക. അപ്പോൾ കണ്ട അച്ഛൻ പായൊക്കെ മടക്കി ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറിയൊക്കെ തൊട്ട് കൊടുത്തു. കാശിക്കുട്ട സുന്ദര കുട്ടനായി. ഇനിയിപ്പോൾ അങ്ങോട്ട് നിന്ന് ഇങ്ങോട്ട് കഞ്ഞി കുടിക്കാമല്ലോ അല്ലേ. ഇത്രയും ദിവസം വെറും കുറുക്കന്നെയായിട്ടേ. വിഷു വ്ളോഗ് അത്ര വൈകി എന്താ വെച്ചാൽ ഒന്നാമത്തെ ഭയങ്കര തിരക്കിലായിരുന്നു. പിന്നെ എനിക്ക് തന്നെ വലിയ സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒക്കെ ഒന്ന് റെഡി ആവട്ടെ എന്ന് വിചാരിച്ച് ഇത്ര വൈകിയതാണ് കേട്ടോ. ഒരുപാട് പേര് വീഡിയോ ഒന്നും ഇല്ലേ, കാണില്ല എന്നൊക്കെ കമൻറ്റ് ഇട്ടുണ്ട്. കണ്ടതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. അപ്പോൾ ജിത്തുവേട്ടൻ്റെ വീട്ടിലെത്തി. അപ്പം ഞാൻ വേഗേ ചായ പറ്റ തണുത്തിരുന്നു നമ്മൾ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ കുറച്ച് ചൂടാക്കി അത് നെയ്യപ്പം ചായയും കുടിച്ചിട്ടോ. നമുക്കിന്ന് ഇവിടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ പണിയെടുക്കുന്ന വീട്ടിലത്തെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാ കൊല്ലം നമ്മൾ സദ്യയായിട്ട് ഉണ്ടാക്കൽ, പക്ഷേ ഇപ്രാവശ്യം ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വേഗം ചായ അടിച്ചറിഞ്ഞ് ഉള്ളി, ബിരിയാണിൻ്റെ ഏറ്റവും വലിയ റിസ്ക് പണി പറഞ്ഞാൽ ഒന്ന് വെളുത്തുള്ളി ഇഞ്ചിയും സവോളൊക്കെ നന്നാക്കി എടുക്കാൻ തന്നെ അല്ലേ. അപ്പോൾ ഞാനേ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നാക്കി ആക്കാം കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള താത്ത തന്നെയാണ് വെക്കാൻ വരുന്നത്. പിന്നെ ഹെൽപ്പിന് ഞാനും ഉണ്ടല്ലോ. അങ്ങനെ പിന്നെ പായസം ഉണ്ടാക്കാം. ആ പായസത്തിൻ്റെ കാര്യത്തിന് അമ്മ നോക്കും. ഇന്നിപ്പോൾ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഇത് കിട്ടണം വെച്ചാൽ കാശിക്കൂട്ടം നല്ല മൂഡിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അങ്ങനെ കരച്ചിലോ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഉള്ളിൽ നന്നായി കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഇതിട്ട് പാല് കൊടുത്തിട്ട് വേണം നമുക്ക് പണിക്ക് വീണ്ടും ചതയ്ക്കാനൊക്കെ എടുക്കാൻ. കാരണം ഓനെ ഉറക്കിയെടുക്കണം, മറ്റേ നോക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ജിത്തുവേട്ടൻ തന്നെ ഇങ്ങനെ അടുക്കളയിൽ ഓരോ പണിക്ക് ക്യാരറ്റ് അരിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ചപ്പോഴേ ജിത്തുവേട്ടൻ വെളുത്തുള്ളിയൊക്കെ നീര് കണ്ണിക്കിട്ട് ആകെ കണ്ണിരിണ്ട് തന്നെ ഓടുക കേട്ടോ. ജിത്തുവേട്ടൻ്റെ തന്നെ ക്യാരറ്റാണിത്. ആദ്യമായിട്ടാണ് അതൊക്കെ ചെയ്ത് തരുന്നത്. ഇത് ഞങ്ങൾക്ക് ചതച്ച് വെച്ചു. അപ്പോഴേക്കും താത്ത വന്നു കിട്ടപ്പോഴൊക്കെ
താത്തമ്മയ്ക്ക് ഉൾപ്പെടുത്താൻ ഇനിയൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ്. ജിത്തേൻ്റെ വീട്ടിൽ ഞാൻ എത്തിക്കഴിഞ്ഞാൽ ഓരിങ്ങനെ അടുക്കളയിൽ കൂടെ ഒക്കെ നടക്കും. എൻ്റെ വീട്ടിൽ എത്തി അവർക്ക് അങ്ങനെ നടക്കാൻ മടിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മറ്റേ ബിരിയാണിക്കുള്ള മസാലകളുണ്ടല്ലോ, പട്ട, അത് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ അതൊക്കെ അമ്മയോട് ചൂടാക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ അമ്മ വെയിലത്ത് ചൂടാക്കി എടുത്തിട്ടോ ഞാൻ അത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ തന്നെ ഇതിലിട്ടിട്ട് വേഗം തക്കാളി ചിക്കൻ ബിരിയാണിക്കുള്ള മസാല കൂട്ടണ്ടേ. അപ്പോൾ താത്താറിന് വേഗം തക്കാളി അരിഞ്ഞു കേട്ടോ. അങ്ങനെ അത് ഇതിലിട്ടാണ്ട് വേഗം തക്കാളി അരിയാണ് കേട്ടോ. കയ്യിനൊന്നും ഒഴിവില്ല, ചടപെടാന്ന് കൈ ഒഴിയാതെ ഓരോന്നും നിൽക്കുകയാണ്. എന്താ ചിലപ്പോൾ സമയം 10:30 തുടങ്ങിയിട്ട് നമ്മൾ എന്തായാലും 11:30 പണി തന്നെ കഴിഞ്ഞിട്ടോ. ഭയങ്കര ഇതായി തക്കാളി അരിഞ്ഞു. പിന്നെ തക്കാളി അപ്പോൾ അത്യാവശ്യം വേഗം അരിഞ്ഞിട്ട് ഇനി വേണ്ടത്തോടെ വിചാരിച്ചിട്ടുണ്ട്. വേഗം ഞാൻ അത് പൊടിക്കുകയാണ്. താത്തയും തന്നെ സവോളയും കൂട്ടുക. കാരണം എനിക്ക് ഒക്കെപ്പാടെ എൻ്റെ എത്തണില്ലേ. ഞാനിങ്ങനെ എല്ലേ പഴുക്കുമ്പോഴേക്ക് എന്താ പറയുക എടുക്കും, പക്ഷെ കുറച്ച് സമയം ഡിലേ ആവും. ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അടുത്തെടുക്കാൻ. അപ്പോൾ താത്തന്ന് ഞാനും കൂടി തരാറിന് വേഗം ഉള്ളിയൊക്കെ അരി കേട്ടോ. ഞാനത് പൊടിച്ച് കൊടുത്ത് വേഗം. പിന്നെ ബാക്കി തക്കാളി കൂടി ഉണ്ട്, വേഗം അരി തന്നെയാണ്. വിഷു എന്നൊക്കെ പറഞ്ഞാലേ ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികളുടെ വീട്ടിലല്ലേ വിഷുവിൻ്റെ ആഘോഷങ്ങളൊക്കെ വരിക. ഞാൻ പിന്നെക്ക് മിക്ക ആഘോഷങ്ങളും ഓണായാലും വിഷു ആയാലും ഒക്കെ ഇങ്ങനെ പുതിയ ഡ്രസ്സ് എടുക്കലൊന്നുമില്ല. അങ്ങനത്തെ ഒരു പതിവൊന്നും ആദ്യമേ എൻ്റെ വീട്ടിൽ നിന്നേ ഇല്ല. എൻ്റെ വീട്ടിൽ നിന്നുണ്ട്, വീട്ടിൽ നിന്നില്ല പറയല്ല. കാരണം എൻ്റെ ചെറുപ്പക്കാലത്ത് ഞാനിങ്ങോട്ട് മുന്നത്തെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. വിഷു ആയാലും ഓണമായാലും അന്ന് രാവിലെ ഞങ്ങൾ 50 റുപ്യേൻ്റെ ഉടുപ്പ് എടുക്കാൻ പോകുന്നൊരു കഥ. ഇക്കും അനിയത്തിക്കും ചേച്ചി എന്ന അമ്മേൻ്റെ വീട്ടിലാണല്ലോ. അപ്പോൾ രാവിലെ എല്ലാവരും ഈ സദ്യയൊക്കെ ഉണ്ടാക്കി ഓണക്കളികൾ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകാനുള്ള പരക്കം പാച്ചിലാണ്. എൻ്റെ വീടിൻ്റെ സ്ട്രെച്ചർ വെച്ചിട്ട് വിഷു ആയാലും ഓണമായാലും പച്ചക്കറി കൊണ്ടുവന്ന് രാവിലെയാണ്. അങ്ങനത്തെ എന്തെങ്കിലും വീടുകളുണ്ടെങ്കിൽ അതിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളെ വീട് പണ്ടേ അങ്ങനെയാണ് കേട്ടോ. അന്ന് രാവിലെയാണ് അച്ഛൻ പോയിട്ട് കൊണ്ടുവരിക. എല്ലാവരും അവിടെ എന്തായി ഉപ്പേരിയായോ അതോ പായസമായോ ഒക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും ആയിട്ടുള്ള കാരണം ഞങ്ങൾ സാധനം കിടക്കുന്ന അപ്പോൾ പേടിയല്ലായിരുന്നു. അങ്ങനെ വിഷു ഓണൊക്കെ എൻ്റെ ഒരു ഓർമ്മയിലുള്ളത്. പിന്നെ ഇപ്പോഴല്ല നമുക്ക് തലേന്നൊക്കെ സാധനം കൊണ്ടുവന്നത്. പിന്നെ ഞാനൊക്കെ കുറച്ച് വലുതായിക്ക് ഞാനൊക്കെ ജോലിക്ക് പോയി തുടങ്ങിയ ശേഷം ഞങ്ങൾ തലേന്നോ അതിൻ്റെ തലേന്നൊക്കെ സാധനം എനിക്ക് മുൻകൂട്ടി വാങ്ങിക്കണം ഏറ്റവും ഇഷ്ടം കേട്ടോ. ഒന്നില്ലാത്ത സാധനം മനസ്സിലാവുമല്ലോ, ഇത് അപ്പട് കൊണ്ടും ഇല്ലെങ്കിൽ ഇന്ന് വേണ്ട അതില്ലാതെ വെച്ചോളി, അങ്ങനത്തെ ഒരു ടോക്കിങ് ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാനൊക്കെ ജോലിക്കുന്നതിന് ശേഷമാണ് പിന്നെ അമ്മ പണിക്കിറങ്ങിയതിന് ശേഷമാണ് നമ്മൾ തലേന്നൊക്കെ നമ്മൾ സാധനം സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങിയത്. വിഷുവിന് മുന്നൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യും. അതേപോലെ വിഷുവിന് ഉണ്ണിയപ്പം ചൂടിനൊക്കെ ഭയങ്കര രസമായിരുന്നു. ഉണ്ണിയപ്പം നമ്മൾ എപ്പോൾ ചൂടണോ അപ്പോൾ നമ്മൾ ശർക്കരയ്ക്ക് പരക്കാൻ പോയി. കാരണം ആ സമയം വീടിൻ്റെ അടുത്തുള്ള പീടിയിലൊക്കെ ശർക്കര കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴാണ് പിന്നെ ഒക്കെ അങ്ങനത്തെ ഇതൊന്നും അല്ല വേണ്ടതെന്നുള്ള ധാരണ എത്തിയത് കേട്ടോ. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചു. അതിൻ്റെ പണികൾ അങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഏകദേശം അടുക്കളത്തൊക്കെ ഒന്ന് കഴിഞ്ഞ് പാത്രമൊക്കെ ഒന്ന് ഒതുക്കി കുട്ടീനെ ഉറക്കീനു. അപ്പം കുട്ടി ഇങ്ങനെ നീച്ച് കരയാനൊക്കെ തുടങ്ങീന്. കുട്ടികളിന് ഓർക്കൊന്നും അധികം നേരം അച്ഛന്മാർക്ക് അങ്ങനെ അല്ലെങ്കിൽ അധികം നേരം കുട്ടികളെടുക്കാൻ കഴിയില്ലല്ലേ. ഓർക്ക് അങ്ങനെ ചെയ്യുമെന്ന് പറയാനേ കഴിയുള്ളൂ. ഓർക്ക് അതുപോലെ പ്രവർത്തിച്ച് കാണിച്ചിട്ട് കഴിയില്ല. ഇവിടെ സ്ഥിതി നേരം മറിച്ചൊന്നും അല്ല കേട്ടോ, അങ്ങനെ തന്നെയാണ്. ഓർക്കും തന്നെ കുട്ടികളെ അധികം നേരം നോക്കാനൊന്നും കഴിയില്ല. അപ്പോഴേക്കാട് അമ്മ അരി കഴിക്കാൻ പറഞ്ഞിട്ട് എന്നോട്. അപ്പോൾ അരി കഴിക്കാൻ എനിക്ക് നേരം കിട്ടിയില്ല. അവൻ അമ്മനോട് കഴുകി. അപ്പോൾ അന്നത്തെ മസാല ഒക്കെ കൂട്ടി ചിക്കനൊന്നേ എന്ന് വെളിച്ചെണ്ണ വെച്ച് ആകെ ഒന്ന് മുരിച്ചെടുത്തണം കേട്ടോ, പൊടിയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എന്നോട് ഇങ്ങനെ പറയച്ചും കൂടുകളെ ആർക്കും പഠിക്കാനൊക്കെ പറയുകയാണ്. എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഇത്ര വലിയ കുറച്ചൊക്കെ നമ്മൾ വീട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കാം, ക്വാണ്ടിറ്റി കൂട്ടി ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. പിന്നെ അരിയൊക്കെ കഴുകി ഞാൻ അടുപ്പത്ത് ഇടുകയാണ്. ഉരിഞ്ഞ വെയിലാണ് ഈ ഭാഗത്തേക്ക്. അത് ഷീറ്റൊക്കെ ഉണ്ടാക്കുക. പിന്നെ ഇപ്പോൾ ചൂടിൻ്റെ കാരണം കൊണ്ടൊക്കെ അഴിച്ചെടുത്തേക്കാണ്. ഭയങ്കര ചൂട്. ഞാനിപ്പോൾ രാവിലെ ജിത്തോടെ വന്നപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞ മുല്ലപ്പൂവിൻ്റെ കുറച്ച് തലയിൽ ചൂട് കേട്ടോ. മുല്ലപ്പം നമ്മൾ ചൂടില്ല. കല്യാണം വന്നാലും കൂടി മുല്ലപ്പം അങ്ങനത്തെ ഒരു അണിഞ്ഞൊരുങ്ങുന്ന പ്രകൃതി അല്ല എൻ്റെത്. ഒരുങ്ങിയിരുന്നിട്ടോ ഇല്ല എന്ന് പറയല്ല ഞാൻ. കല്യാണത്തിന് മുന്നേ അത്യാവശ്യം നല്ല എന്താ പറയുക വൃത്തിക്കും വെടുപ്പിനും കൺമശിയൊക്കെ എഴുതി കണ്ണെഴുതി നല്ലൊരു വട്ടപ്പൊട്ടിട്ട് എനിക്ക് ചന്ദനം അതേപോലെ കുങ്കുമൊക്കെ നീട്ടി വരച്ച് അങ്ങനെയൊക്കെ ഒരു ഇതല്ലോ. ഒരിക്കൽ എത്ര ഇട്ടത് ഇപ്പോൾ ഒന്നിനും സമയമല്ല. ഒന്നാമത് സമയം ഉണ്ടായിട്ടും കാര്യമില്ല, അതിനൊരു മൂഡില്ല. ആ സമയം കൂടി വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പോൾ അതിനിങ്ങനെ നടക്കും. എന്താ വെച്ചാൽ സൗന്ദര്യബോധമൊക്കെ നമുക്ക് തോന്നണ്ടേ, അങ്ങനെ തോന്നുന്നുമില്ല. പിന്നെ ഈ പണി എന്താ അറിയുമോ, ഇത് ഉള്ളിത്തൈര് ഉണ്ടാക്കാൻ കേട്ടോ. സാലഡ്
അപ്പം അമ്മ പറഞ്ഞ വേഗം ഞാൻ അതുണ്ടാക്കിപ്പോ. അപ്പോൾ ഞാൻ വേഗം അതിനുള്ള പരിപാടിയാണ്. പക്ഷെ അത് പകുതിക്ക് വെച്ച് ഇന്നോല് ഡിസ്റ്റർബ് ചെയ്ത് വിളിച്ചുകൊണ്ട് പോയിട്ടോ. കാരണം ചോറ് അപ്പോഴേക്ക് അരി വെന്ത് തുടങ്ങിന്. അരി വെന്തപ്പോൾ താത്തത് ഊറ്റിയെടുത്താണ്. അപ്പം ഇത് ദമ്മിടണമല്ലോ. ദമ്മിടാനുള്ള പരിപാടിക്ക് അവിടെ നിന്ന് എങ്ങനെ വിളിക്കുന്നുണ്ട്, വായോ വായോ ദമ്മിടണം വേഗം പാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും ഞാൻ വേഗം കയ്യൊക്കെ കഴുകി. അപ്പോഴാണ് താത്ത പറഞ്ഞത് ദമ്മിടാനുള്ള ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുക്കണം കേട്ടോ പറഞ്ഞു. അത് പിന്നെ ഞാൻ എന്താണ് വെച്ചാൽ ഉള്ളി അരിയിലാണ് നിർത്തിയാണ്ട് വേഗം അത് വറുക്കാൻ പുറപ്പെട്ടിട്ടോ. അപ്പം ഞാൻ ആദ്യം ഉള്ളി നല്ലോണം അത് വറുത്തെടുക്കട്ടെ. ഗ്യാസുമ്മലിട്ടത് അടുപ്പത്തേക്ക് പോകാൻ വയ്യ. ചൂടുകൊണ്ട് ഏക്കാനാകെ വേർത്ത് കുളിച്ചിട്ടോ. പിന്നെ അതൊക്കെ പാടെ വറുത്തു കഴിഞ്ഞ താത്ത ഞാൻ ദമ്മിടാൻ തുടങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞു. ജിത്തേട്ടനരിഞ്ഞ പിന്നെ ക്യാരറ്റും ബാക്കി എല്ലാ ഇതിൻ്റെ ഐറ്റംസുകളും അത് ദമ്മിടുക കേട്ടോ. ഞാൻ പിന്നെ താത്ത ഒരു പണി പറയാൻ മുന്നേ ഒരു സമയം കിട്ടുന്നതിനനുസരിച്ച് വേഗം ചെയ്തിട്ടോ. എന്താ നേരം വൈകരുതല്ലോ. അതുകൊണ്ട് താത്ത അത് നമുക്ക് ബിരിയാണീൻ്റെ നമുക്ക് ഏകദേശം എന്താ വേണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ എളുപ്പമല്ലേ. എനിക്ക് ബിരിയാണിക്ക് എന്തൊക്കെ വേണ്ടെന്ന് എനിക്ക് അറിയാം. ബിരിയാണി വെക്കാൻ ഏകദേശം കുറച്ചൊക്കെ അറിയും കേട്ടോ. വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നും അറിയാം, ബിരിയാണി വെക്കാൻ അറിയാം. അപ്പോൾ അതിന് വേണ്ടൊക്കെ ഞാൻ താത്ത പറയാൻ മുന്നേ തന്നെ വേഗം ആക്കി വെച്ചു കേട്ടോ. താത്ത ഇങ്ങനെ പറയുന്നുണ്ട് എനക്കറിയെങ്കിൽ പിന്നെ എന്തിനാ പിന്നെ വെറുതെ വിളിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. താത്ത കേൾക്കുന്ന ഒരു പെർഫെക്റ്റ് അല്ലേ. ഓരൊക്കെ എന്താ പറയുക ഇതിലൊക്കെ സ്പെഷ്യലിസ്റ്റ് അല്ലേ. നമ്മളങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മൾ കണ്ടോ ദമ്മൊക്കെ ഇട്ട് സെറ്റായി. ഇനി ദമ്മ് ഇത് കണ്ടിട്ട് താത്ത പോയിട്ടോ. പിന്നെ ദമ്മ് തുറക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് തന്നെയായിരുന്നു. പിന്നെ ഞാൻ വേഗം കുറച്ച് മൈദ കലക്കാണ്ടേ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഈ അടപ്പ് കുറച്ച് ലൂസാണ്, അപ്പം മുറുകി നിൽക്കണം എന്നല്ല. വേഗം പോയിട്ട് കുറച്ച് മൈദ കലക്കി ദമ്മിടാണ്. ചൂടുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ വയ്യ. അവിടെ തിത്തക്കും കളിച്ച് അവസാനം തീ കനലുമ്പോൾ ഞാൻ ചവിട്ടും ചെയ്തിട്ടോ. ഒരിഞ്ഞ വേദന, വെയിലും തീ കനലുമ്പോൾ ചവിട്ടിയതായിട്ടേ കാലിങ്ങനെ ചുട്ട് കത്തി. ജിത്തനോട് പറഞ്ഞു കാല് ചുട്ട് തീറ്റ് വയ്യാറപ്പോൾ അതൊക്കെ അപ്പാടും മാറിക്കോളും പറഞ്ഞു. ഒരു പിന്നെ അങ്ങനെയാണ് എല്ലാം അപ്പം മാറിക്കോളും. നമ്മളെ അതിൻ്റെ സീരിയസ്നെസ്സൊന്നും ഒരു കാലത്ത് മനസ്സിലാവില്ല. വീണ്ടും ഞാൻ അകത്തേക്ക് ശരിക്കും കാല് കഴുകിയിട്ട് ആദ്യം, കാരണം കാല് ചുട്ട് നല്ലോണം പുള്ളീന് കാലിൻ്റെ അടി. അപ്പോൾ കണ്ടില്ലേ ഞാൻ വീണ്ടും ഉള്ളിപ്പരിപാടിക്ക് തിരിച്ചു വന്നിട്ടോ. ഉള്ളിത്തേരുണ്ടാകണം. അപ്പം കുട്ടി അവിടെ ഇങ്ങനെ കരയും. ജിത്തന്നെ അവിടെ കളിപ്പിച്ച് കിടത്തേക്കാണ്. ഇനിയിപ്പോൾ കുട്ടീൻ്റെ അടുത്ത് വരും. പിന്നെ ആ സമയം കൊണ്ട് വേഗം തീർക്കണം. എന്തൊക്കെയോ ഓരോ കമൻറ്റ് മേടിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഇപ്രാവശ്യത്തെ വിഷു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ സത്യം പറഞ്ഞാൽ കൂട്ടവും കുടുംബവും ആ സമയത്തുള്ള ആളും ബഹളമൊക്കെ വേറെ രസമല്ലേ. ഒറ്റയ്ക്കാകുമ്പോൾ എന്ത് വിഷുവാ. പിന്നെ ഇവരിപ്പോൾ പെൺകുട്ടികളായതുകൊണ്ടേ പടക്കം ഇഷ്ടമാണ്. ഇവിടെ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ വിഷുവിൻ്റെ ഒരു ആരവം നമുക്കിതിൽ കാണാൻ കഴിയുന്നില്ല. അതിന് കുറച്ച് ഉള്ളി അരിഞ്ഞു, അതിന് പച്ചമുളകും ക്യാരറ്റും കുറച്ച് മല്ലിച്ചപ്പും അരിഞ്ഞു കേട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് തൈരും ഉപ്പും കുറച്ച് വിനീഗറും കൂടി വെച്ച് കഴിഞ്ഞാൽ അതാണ് ഉള്ളിത്തൈര്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിഷു. കഴിഞ്ഞ വിഷു ഓണം നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്രാവശ്യത്തെ വിഷു നമ്മൾ ശരിക്കും ആഘോഷിച്ചിട്ടോ. നമ്മളെല്ലാവരും കാര്യം അങ്ങനെ തന്നെ. ഓരോ വിഷുവും ഓണമൊക്കെ വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ കാരണവന്മാരെന്താ പറയുക, പ്രായം ചെന്നവരെന്താ പറയുക, അടുത്ത ഓണത്തിന് ഞാൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അടുത്ത വിഷുവിന് ഞാൻ ഉണ്ടാവില്ല അല്ലേ. എല്ലാവരും ഇവിടുത്തെ കുറച്ച് പ്രായം ചെന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടില്ലേ. എൻ്റെ വീട്ടിലൊക്കെ അച്ഛനൊക്കെ എപ്പോഴും പറയട്ടോ, അടുത്ത ഓണത്തിന് ഞാൻ ഉണ്ടാവില്ല, അടുത്ത വിഷുവിന് ഞാൻ അങ്ങനെ എപ്പോഴും പറയുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞു ഇതിനൊരു ഓണത്തിന് വിഷുവൊന്നും അച്ഛനുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ വിഷുവിൻ്റെ ആഘോഷം കഴിഞ്ഞു. ആഘോഷം കഴിഞ്ഞിട്ടില്ല, ആഘോഷം തുടങ്ങി. അടുക്കള പണി കഴിഞ്ഞു. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് നന്നാക്കണം. ഈ വീതനൊക്കെ ഒന്ന് അടിച്ച് തുടച്ചിട്ടാണ്ടേ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി ഇടണം. ഇന്ന് കുറച്ച് നേരം പോയി കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കണം. അവർക്ക് എന്തെങ്കിലും കഞ്ഞിയോ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കണം. കാരണം കാശുകൂട്ടിനൊന്നും തിന്നിട്ടില്ല. രാവിലെ ചോറൂണ് കഴിഞ്ഞ് വന്നപ്പോൾ കിടന്നതാണ്. ഓനെ കുറേ കളിപ്പിച്ച് ഉറക്കിയത്. കുറേ പാൽ കൊടുത്തു, അത്രയും കേട്ടോ. എന്നോനെ ശരിക്കും ഭക്ഷണം കഴിപ്പിക്കണം. ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഫ്രഷ് ആവാൻ. ഇനി അടുക്കളയിൽ ഇട്ടവിടെ നിന്നാണ് ആകെ വിയർത്ത് കുളിച്ചത്. ഈ തൈര് ഉണ്ടാക്കുന്ന സമയത്ത് രണ്ടടപ്പൊക്കെ വിനീഗർ വെച്ച് നല്ല ടേസ്റ്റ് ആട്ടോ തൈര്.
അപ്പോൾ കണ്ടോ കാശിക്കുട്ടിനെ എണീച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടാണത് ഇതാവുമെന്ന് അറിയില്ല. ജിത്തുവിൻ്റെ കയ്യിൽ എന്നെ എങ്ങനെ നോക്കുന്നുണ്ട് കുട്ടി, ഇതാക്കിയിട്ട് വേണം ഓനെ എടുക്കാൻ. അതിന് എനിക്ക് വീതിലൊക്കെ തുറച്ചിടണം. എൻ്റെ വീട്ടിലത്തെ ആഘോഷം എന്താണെന്ന് എനിക്ക് പറയില്ല കേട്ടോ, അച്ഛൻ മാത്രമേ ഉള്ളൂ, ചേച്ചിയും പോയിട്ടുണ്ടാവും. വിഷുവിന് ചേച്ചിയും കൂടി പോകണമെന്നാണ്. ഞാൻ അനിയത്തിന് വൈകുന്നേരം വരുമ്പോൾ ഞങ്ങൾ ആരും പടം ഉണ്ടാവും, ചേച്ചി വരുന്നുണ്ടാവും, ഞാനിപ്പോൾ നിന്നേ പോലല്ലോ. പിന്നെ കണ്ട റൂമിക്ക് ഇതൊക്കെ റൂമിക്ക് എത്തിയിട്ട് റൂമിലത്തെ സ്ട്രക്ചർ നോക്കി ഞങ്ങൾ സായി ശ്രീയും കിടന്നുറങ്ങുക തന്നെയാണ്. ജിത്തേട്ട തിരുമ്പാനുള്ള ലോഡ് ഇവിടെ കൂട്ടിയിട്ടാണ്. പിന്നെ ശ്രീകുട്ടിനൊക്കെ നീപ്പിച്ചു. പിന്നെ ഓളെ കലാപരിപാടിയാണ് ഫോണൊക്കെ നോക്കിയിട്ട്. പിന്നെ ഞാൻ ആ തുണികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടോ. പിന്നെ റൂം നന്നാക്കിയത് കുറച്ച്. പിന്നെ ഞാൻ വേഗം പോയിട്ട് ദമ്മൊക്കെ പൊട്ടിച്ചു. ഒക്കെ വിളമ്പിയത് ബീഫാണ്, ഇതൊക്കെ ഒരു കൊടുക്കാമല്ലോ കേട്ടോ. അപ്പോഴേക്കും ഒരു വരാനൊക്കെ ആയിരുന്നു. എത്ര വിഭവങ്ങളാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ബിരിയാണി ഒന്നും പറഞ്ഞില്ല, അടിപൊളി ബിരിയാണി കേട്ടോ. താത്ത ഉണ്ടാക്കിയതല്ലേ, സൂപ്പറായിരുന്നു. അപ്പോൾ കണ്ടോ അതൊക്കെ ഗസ്റ്റൊക്കെ വന്നു. ഒരു പോയി മുന്നേ അതൊക്കെ ഒന്ന് അടിച്ചിട്ട് ഞാൻ ഗസ്റ്റ് ചോറിനെ ഇടയ്ക്ക് കാണിച്ചു. ഓരോ എടുത്തേക്ക് പോയിട്ട് വീഡിയോ എടുത്തില്ല കേട്ടോ, കാരണം അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എന്താ അറിയില്ലല്ലോ, അപ്പോൾ വലിയ വലിയ ആൾക്കാരല്ലേ, അപ്പോൾ അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ ചോറിനായിരിക്കുകയാണ്. ഞങ്ങൾ ചോറിനാന്ന് പറഞ്ഞാൽ ഞാനും ശ്രീകുട്ടി സഹായിട്ടിന് കേട്ടോ. ജിത്തുവേട്ടന് തിന്നാനായിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നാൽ തിന്നിട്ട് വെച്ചു. ഞാൻ സമയം 2:30 കഴിയണേ വെച്ചെന്നൊരു വിധായിരുന്നു. രാവിലെ 2 നെയ്യപ്പം നിന്നല്ലേ. പിന്നെ ഞാൻ വീണ്ടും അതൊക്കെ വീണ്ടും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ആണോ, ഇതിനൊക്കെ നന്നാക്കി വെച്ചിട്ടോ. ഇനി നമുക്ക് കുറച്ച് പണികളുണ്ട്. എന്താ അറിയോ, ഈ ഭാഗം ഉണ്ടോ ഒക്കെ നാഗാലമ്പ, അതിനൊക്കെ ഒന്ന് അടിച്ച് നന്നാക്കണം. പിന്നെ അടുപ്പത്ത് വെച്ചെന്താ അറിയോ, മറ്റേ കുറച്ച് വെള്ളത്തിൽ തിരുമണ സോപ്പിൻ്റെ കുറച്ച് ബാലൻസ് വരില്ലേ, അതൊക്കെ പാട്ട് തിളപ്പിച്ചിട്ടാട്ടോ ഞാൻ ജിത്തുകാരൻ്റെ തിരുമ്പാൻ കുറേ കൊണ്ടൊക്കെ വെള്ള ഡ്രസ്സുകളാണ്. അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ചളി പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കുകയാണ്. പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് അടിച്ച് തരും നന്നാക്കാനുണ്ട്, മുറ്റം അടിക്കാനുണ്ട്. ശ്രീകുട്ടി സാറ്റിന് ക്യാമറിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് പിന്നെ ആണോ ഓളിപ്പോൾ ക്യാമറിൻ്റെ കാര്യം ദൂരം അറിഞ്ഞിട്ടില്ല. ഞാനൊക്കെ പറയാനും മറന്നു, ഞാനവിടെ ഓരോ പണിയിലല്ലേ. ട്രൈപ്പോഡൊക്കെ ഉണ്ടെങ്കിൽ കാണും, എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ കാണുകൊടുത്ത് വയ്ക്കാമല്ലോ. ഇതിങ്ങനെ കുത്തിച്ചരിച്ചിട്ടേ അതൊക്കെ അടിച്ചു പോരി. നമ്മളെ സോപ്പ് പൊടീൻ്റെ വെള്ളം തിളച്ച് വന്നു. ഇനി നമുക്ക് ചായ ഉണ്ടാക്കണം, കുട്ടികൾക്ക് ഇത്തിരി കഞ്ഞിയും വെക്കണം വൈകുന്നേരത്തേക്ക്. അപ്പം പിന്നെ ചായ ഉണ്ടാക്കിയിട്ടോ, ചായ ഉണ്ടാക്കി ഇങ്ങനെ മധുരമിട്ട് വെക്കണം. ഇങ്ങനെ വേണ്ടവരടുത്ത് ഇങ്ങനെ കുടിച്ചോളല്ലോ. പിന്നെ ഞാൻ കുട്ടീനെ അവിടെ കൊടുത്തിട്ടേ ചോറിന് വെള്ളം വെച്ചിരുന്നു, തിളച്ചനാകാം. പിന്നെ ഒരു ഗ്ലാസ് അരിയിട്ടാണ്ട് കുട്ടികൾക്ക് ചോറ് വെക്കട്ടെ. കുട്ടിക്ക് എന്നല്ലേ നമുക്ക് ആർക്കും വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് ബിരിയാണിയൊക്കെ അല്ലേ, കുറച്ച് വെറും ചോറ് തിന്നാൻ തോന്നുകയാണ് നല്ല വിചാരിച്ചാണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം മേലെഴുകലും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ. അപ്പോഴേക്ക് സമയം 5 മണിയൊക്കെ ആയിരുന്നു കേട്ടോ, 5 മണി 5:30 ആയിരുന്നു. ഇവിടെ ഇങ്ങനെ പൈപ്പും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര സൗകര്യമാണ്. എൻ്റെ വീട്ടിലൊക്കെ നമ്മൾ എല്ലാ പാത്രത്തും ഇങ്ങനെ വെള്ളം നിറച്ചത് കഴുകണ്ടേ, അപ്പം അങ്ങനെ ടൈം പിടിക്കണേ. പൈപ്പ് അങ്ങനെ തുറന്നാൽ പോരെ, കറണ്ട് ബില്ല് നമ്മൾ കണ്ടു എന്നാലും. അപ്പോൾ കണ്ടോ അരിയൊക്കെ ഇട്ടു. എനിക്ക് കുട്ടീനെ വാങ്ങി ഒന്നിത്തിരി തിന്നാൻ കൊടുക്കണം. തിന്നാൻ 2 ബിസ്ക്കറ്റ് പാർലേജി ഉണ്ട്, അത് വിരകിയിട്ട് അത് കൊടുക്കട്ടെ. എന്നിട്ട് വേണം വൈകുന്നേരം കുറച്ച് ഇനി കഞ്ഞിയായിട്ടേ കുറച്ച് കഞ്ഞി അരച്ചിട്ട് ഉപ്പിട്ട് കൊടുത്ത് വയ്ക്കാൻ 2 സ്പൂൺ അത്രയും ആയില്ലേ. അപ്പോൾ കണ്ടോ കൊടുക്കാനേ. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളത്, ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിഷു ആശംസകൾ. താങ്ക് യു.